വിഖ്യാത കാർട്ടൂണിസ്റ്റ് ആർ.കെ. ലക്ഷ്മൺ അന്തരിച്ചു. അന്ത്യം പൂനെയിലെ ആശുപത്രിയിലായിരുന്നു. വരകളിലൂടെ ഇന്ത്യയെ ചിന്തിപ്പിച്ച കാർട്ടൂണിലെ ഗ്രേറ്റ് മാനായിരുന്നു കോമൺ മാൻ എന്ന സുപരിചിത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച ആർ.കെ. ലക്ഷ്മൺ. മൂർച്ചയേറിയ സാമൂഹ്യ വിമർശനങ്ങൾ കൊണ്ട് ആസ്വാദക മനസ്സിൽ ചിരിയും ചിന്തയും വരച്ചിട്ട കാർട്ടൂണിസ്റ്റാണ് ആർ.കെ. ലക്ഷ്മൺ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കാരിക്കേച്ചറിൻ്റെ കുലപതി. സ്വാതന്ത്ര്യാനന്തര ഭാരതം കണ്ട ഏറ്റവും മൂർച്ചയേറിയ ആക്ഷേപഹാസ്യ പങ്ക്തിയായിരുന്നു ആർ.കെ. ലക്ഷ്മണന്റെ കോമൺ മാൻ. ഇന്ത്യൻ സാമാന്യ ജനജീവിതത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും അഭിപ്രായവും ആക്ഷേപവും ആരോപണവും ആകുലതയുമെല്ലാം കോമൺ മാനിൽ ലക്ഷ്മൺ വരച്ചിട്ടു. മനുഷ്യകഥാനുഗായിയായ മുഹൂർത്തങ്ങളും കഥാസന്ദർഭങ്ങളും കൊണ്ട് മുഖരിതമായ ലക്ഷ്മണന്റെ കാർട്ടൂണുകൾ സാമൂഹ്യ വിമർശനത്തിൻ്റെ ലക്ഷ്മണരേഖകൾ അനുദിനം മറികടന്നുകൊണ്ടേയിരുന്നു. ലക്ഷ്യവേദിയായ ആ സാമൂഹ്യ വിമർശനത്തിൻ്റെ മൂർച്ചയെറിഞ്ഞവരിൽ മുംബൈയിലെ കോർപ്പറേഷൻ കൗൺസിലർ മുതൽ മതപൗരോഹിത്യത്തിൻ്റെ അവസാന വാക്കായ മാർപ്പാപ്പ വരെയുള്ളവരുണ്ട്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടി ഔന്നത്യത്തിലെത്തുന്നത് ചരിത്രത്തിലെ അത്യപൂർവതകളിലൊന്നാണെങ്കിൽ കോമൺ മാൻ എന്ന സർഗസൃഷ്ടി ആർ.കെ. ലക്ഷ്മണനേക്കാൾ എത്രയോ മുകളിലാണ്. ഇന്ത്യൻ ജനതയുടെ തന്നെ പ്രതിബിംബമായ കോമൺ മാനെ ജനമനസ്സുകളിൽ ജീവനോടെ ബാക്കി വെച്ചിട്ടാണ് വരയുടെ ഈ പൊന്നുതമ്പുരാൻ ഭൂമിയോട് യാത്ര ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. വ്യവസായങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നികുതി ഘടനയ്ക്ക് രൂപം നൽകുമെന്ന് അമേരിക്കൻ വ്യവസായികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പ്. വ്യവസായ രംഗത്തെ സഹകരണം ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് ഊർജ്ജം പകരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും പറഞ്ഞു. ദില്ലിയിൽ നടന്ന ഇന്ത്യ അമേരിക്ക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ സാമ്പത്തിക നയങ്ങൾ തന്നെയായിരിക്കും സർക്കാർ പിന്തുടരുക എന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ബിസിനസ് ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇന്ത്യയിലും അമേരിക്കയിൽ നിന്നുമുള്ള 47 വ്യവസായികൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ നിലവിൽ ഇന്ത്യയിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിദേശ സംരംഭകർക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം വിമർശനങ്ങളുണ്ടായിരുന്നു. എന്നാൽ തന്റെ 6 മാസത്തെ ഭരണത്തിനിടയിൽ അമേരിക്കയിൽ നിന്നുള്ള വ്യവസായ നിക്ഷേപത്തിൽ 50% വർധനവുണ്ടായതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. വ്യവസായങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നികുതി ഘടന രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി അമേരിക്കൻ വ്യവസായികൾക്ക് ഉറപ്പു നൽകി. മികച്ച ഭരണത്തിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. അടിസ്ഥാന സൗകര്യ മേഖലയിലും കാർഷിക മേഖലയിലും ഇന്ത്യ വൻ നിക്ഷേപം ആവശ്യപ്പെടുന്നതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാണെന്ന് ഉച്ചകോടിയിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുന്ന ഇന്ത്യയുടെ ജൻധൻ യോജന പദ്ധതിയിൽ അക്കൗണ്ടുകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ അമേരിക്കയുടെ സഹായം ഒബാമ വാഗ്ദാനം ചെയ്തു. GDP മാത്രം അടിസ്ഥാനമാക്കി സാമ്പത്തിക വളർച്ച കണക്കുകൂട്ടാനാവില്ലെന്നും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഒബാമ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യവസായ സൗഹൃദം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ബിസിനസ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ഉഭയകക്ഷി ചർച്ചകൾ തുടരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ബിസിനസ് ഉച്ചകോടി സമാപിച്ചത്. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. റിപ്പബ്ലിക്കൻ ദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പി. സദാശിവം പതാക ഉയർത്തി. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ സംസ്ഥാന മന്ത്രിമാർ പതാക ഉയർത്തി. രാവിലെ 8 മണിയോടെയാണ് സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പി. സദാശിവം ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഗവർണർ സൈനിക വിഭാഗങ്ങളുടെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും സല്യൂട്ട് സ്വീകരിച്ചു. 23 സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളാണ് പരേഡിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സ്പീക്കർ ജി കാർത്തികേയൻ, MLA-മാർ, ഉയർന്ന IAS, IPS ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരേഡ് കാണാനെത്തിയിരുന്നു. സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സുതാര്യത ഉറപ്പുവരുത്തണമെന്ന് ഗവർണർ പി. സദാശിവം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. As one who has had a pretty long innings in public life, first as a lawyer, then as a judge, I have interacted with scores of people from different faiths and denominations. I have known the pulse of a common folk, their anxieties, aspirations, their ambitions and apprehensions. It is therefore my conviction that those at the helm of affairs should be both credible and accountable in whatever they do and say. സംസ്ഥാനത്ത് ധാരാളം പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ട്. ഇവ സംരക്ഷിക്കണം.
എല്ലാ തലത്തിലുമുള്ള അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ക്വാറികൾക്ക് അനുമതി നൽകാവൂ എന്നും ഗവർണർ നിർദ്ദേശിച്ചു. 13 ജില്ലാ കേന്ദ്രങ്ങളിലും റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിച്ചു. കനത്ത സുരക്ഷയിലാണ് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രീസിൽ ഇടതുപക്ഷ പാർട്ടിയായ സിറിസ അധികാരത്തിൽ. ഇടതു സഖ്യ നേതാവ് അലക്സിസ് സിപ്രസ് ആണ് പുതിയ പ്രധാനമന്ത്രി. യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തൊഴിൽ വെട്ടിക്കുറച്ച സർക്കാർ നയത്തിനെതിരായ വിധിയെഴുത്താണ് ഗ്രീസിലേത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഗോൾഡൻ ഡൗൺ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ആലപ്പുഴയിൽ എ ഗ്രൂപ്പ് വിട്ട് ഐ ഗ്രൂപ്പിൽ ചേർന്നവരുടെ രഹസ്യയോഗം ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി M. ലിജുവിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. അടക്കമുള്ള പ്രവർത്തകരെയാണ് KPCC ജനറൽ സെക്രട്ടറി M. ലിജുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രത്യേക യോഗം വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത്. 300 പേരോളം വരുന്ന DCC ഭാരവാഹികൾ അടക്കമുള്ള പ്രവർത്തകരാണ് ഗ്രൂപ്പ് വിട്ട് ഐ ഗ്രൂപ്പിലെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ ഏകാധിപത്യ സ്വഭാവമാണ് ഗ്രൂപ്പ് വിടാൻ കാരണമായതെന്നാണ് നേതാക്കൾ പറയുന്നത്. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നും ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. മുൻ KPCC പ്രസിഡന്റ് കൂടിയായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയിലാണ് DCCയുടെ മൗനാനുവാദത്തോടു കൂടിയുള്ള ഗ്രൂപ്പ് മാറ്റം. ഗ്രൂപ്പിനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന VM സുധീരന്റെ നടപടികളെ തങ്ങൾക്ക് ഭയമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരസ്യമായി ആലപ്പുഴയിൽ ഗ്രൂപ്പ് യോഗം നടന്നത്. രമേശ് ചെന്നിത്തലയുടെ മൗനാനുവാദത്തോടുകൂടി നടന്ന യോഗത്തിനെതിരെ നടപടിയെടുക്കാൻ VM സുധീരൻ ധൈര്യപ്പെടില്ലെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. R. ബാലകൃഷ്ണപിള്ള മുന്നാക്ക കമ്മീഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ച സംഭവത്തിൽ UDF നിലപാട് വ്യക്തമാക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പിള്ള അഴിമതി ആരോപണം ഉന്നയിച്ചത് എങ്ങനെ തെറ്റാകുമെന്നും പിണറായി ആരാഞ്ഞു. അല്ല, LDF ഇപ്പോൾ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നില്ലല്ലോ. അദ്ദേഹം UDFൻ്റെ സ്ഥാപക അംഗമാണെന്ന നിലയിലല്ലേ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UDF എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കുന്നതെന്ന് നോക്കാം. അദ്ദേഹം ചെയ്ത തെറ്റ് അവരെ കണ്ണിൽ ഈ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഉന്നയിച്ചാൽ അതെങ്ങനെയാണ് തെറ്റായിട്ട് വരിക? അതെല്ലാം നോക്കാം, നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാം. മന്ത്രി K. M. മാണിക്ക് പിന്തുണയുമായി NSS. മാണി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. മാണി അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. UDF സർക്കാർ 5 വർഷം തികയ്ക്കണമെന്നാണ് ആഗ്രഹമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഇല്ല, NSS അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. എനിക്ക് വിശ്വാസവുമില്ല. എനിക്കൊരു അനുഭവം ഇല്ലാതെ ഞാൻ പറയാനൊക്കെ. മറ്റുള്ളവരൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഒരാള് വന്ന് ഞാൻ കൊടുത്തു. സുകുമാരൻ നായരുടെ മാണി അനുകൂല പ്രസ്താവന ദൗർഭാഗ്യകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ. പ്രസ്താവന മന്നത്ത് പത്മനാഭന്റെ പാരമ്പര്യത്തിന് ചേരുന്നതല്ല. R. ബാലകൃഷ്ണപിള്ളയുടെ രാജിയോടെ UDFന്റെ തകർച്ചയ്ക്ക് തുടക്കമായെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. NSS ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഇന്ന് കേരളത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരം രൂപപ്പെട്ടു വരുമ്പോൾ NSS ആ വികാരത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിൽക്കുന്നത് മന്നത്ത് പത്മനാഭൻ ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യത്തിന് നിരക്കുന്നതാണോ എന്ന് പരിശോധിക്കണം. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ അത്ലറ്റ്സ് ജ്വല്ലറിയുടെ 1 കിലോ ഗോൾഡ് മലയാളിക്ക് ലഭിച്ചു. ദിവസേന 1 കിലോ സ്വർണവും ആഴ്ചതോറും 5 കിലോ സ്വർണവുമാണ് DSFലിനോടനുബന്ധിച്ച് നൽകുന്നത്. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്ന റാഫിൽ ഡ്രോ ദുബായ് ഗോൾഡ് സൂക്ക് പരിസരത്ത് വെച്ച് നടന്നു. അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ അറ്റ്ലസ് രാമചന്ദ്രൻ, ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് മാനേജർ ഫദല്ല അബ്ദുള്ള ഫദല്ല തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നറുക്കെടുപ്പിൽ വിജയിയായ ഫിലിപ്പീൻസ് സ്വദേശി റഷാനയ്ക്ക് സോളിറ്റർ ഡയമണ്ട് അറ്റ്ലസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. അറ്റ്ലസ് ജ്വല്ലറിയുടെ കൂപ്പണിൽ വിജയിയായ മലയാളിക്ക് 1 കിലോ സ്വർണം അറ്റ്ലസ് ഗ്രൂപ്പ് ചെയർമാൻ അറ്റ്ലസ് രാമചന്ദ്രൻ സമ്മാനിച്ചു. ഗുരുവായൂർ സ്വദേശി റിയാസിനാണ് 1 കിലോ സ്വർണം ലഭിച്ചത്. ഇത് 20ാമത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നന്നാക്കണമെന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരു ചെറിയൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളും ദുബായ് ഗോൾഡൻ ജ്വല്ലറി ഗ്രൂപ്പിനും തോന്നി ഇത് ഏറ്റവും നന്നാക്കണം. അതുകൊണ്ടാണ് ഈ 100 കിലോ സ്വർണം സമ്മാനം നൽകുന്നതും പിന്നെ 40 ക്യാരറ്റ് സോളിറ്റർ ഡയമണ്ട്സ് സമ്മാനം നൽകുന്നു. തൊട്ടടുത്ത ദിവസത്തെ വിജയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പും ചടങ്ങിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ഡാറ്റ കേരള സ്മാർട്ട് ഫെസ്റ്റിന്റെ ബമ്പർ നറുക്കെടുപ്പ് കൊച്ചിയിൽ നടന്നു. മന്ത്രി K. ബാബു ബമ്പർ വിജയിയെ തിരഞ്ഞെടുത്തു. കേരളത്തിൽ 608 ഷോപ്പുകളാണ് ഡീലേഴ്സ് അസോസിയേഷന്റെ സ്മാർട്ട് ഫെസ്റ്റിൽ പങ്കെടുത്തത്. വിജയികൾക്കായി ആകർഷകമായ സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിൽ ഒരുക്കിയത്. കേരളത്തിലെ ഡാറ്റ മെമ്പർമാരായ ഡീലേഴ്സിൽ നിന്ന് ഗൃഹോപകരണങ്ങൾ വാങ്ങിയ ഉപഭോക്താക്കൾക്ക് 25 കോടിയിലധികമുള്ള സമ്മാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. 1ാം സമ്മാനമായി ബെൻസ് കാറും 2ാം സമ്മാനമായി 25 ഹുണ്ടായി ഇയോൺ കാറുകളും 3ാം സമ്മാനമായി 50 നാനോ കാറുകളും
4ാം സമ്മാനമായി 100 ഹോണ്ട ബൈക്കുകളുമാണ് നൽകിയത്. കൂടാതെ ഓരോ 5000 രൂപയുടെ ഷോപ്പിംഗിനും ഉറപ്പായ സമ്മാനങ്ങൾ ലഭിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ ബാബു ബമ്പർ സമ്മാനത്തിന് നറുക്കെടുപ്പ് നിർവഹിച്ചു. 1716-062 എന്ന നമ്പറിനാണ് ബെൻസ് കാർ ലഭിച്ചത്. ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് ജോസ് ജെ പൊന്നേഴത്ത്, ഭാരവാഹികളായ സി അബ്ദുള്ള, ജെ രാജശേഖരൻ പിള്ള, എസ് ശ്രീകുമാർ, പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ, ബ്ലസൻ പോൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.